സത്യത്തിൽ ഈ ആരോഗ്യ കേരളത്തെ അവതാളത്തിലാക്കിയ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജിന ഇന്നത്തെ അഭിനയ മികച്ച നടിക്കുള്ള പുരസ്കാരമോ പ്രത്യേക ജൂറി പരാമർശമോ നൽകണമെന്ന് ബഹുമാനപ്പെട്ട സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയോട് അഭ്യർത്ഥിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. സത്യത്തിൽ വീണ ജോർജ് പെൺകുട്ടികളുടെ മോണോ ആക്ടിൽ 1ാം സ്ഥാനം നേടിയ മൈലപ്ര മൗണ്ട് ബദനി സ്കൂളിലെ വിദ്യാർത്ഥി വീണ കുര്യാക്കോസിൽ നിന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിലേക്ക് എത്തിയപ്പോഴും ആ അഭിനയ മികവിന് ഒട്ടും മോശം സംഭവിച്ചിട്ടില്ല, ആ അഭിനയ മികവിന് ഒട്ടും കോട്ടം സംഭവിച്ചിട്ടില്ല എന്ന അടിവരയിടുന്ന ദൃശ്യങ്ങളാണ് ഇന്ന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാണാനായി സാധിച്ചത്. ഇനി ആരോഗ്യമന്ത്രിയുടെ ഈ അഭിനയ മികവിന്, ആരോഗ്യമന്ത്രി എന്ന അഭിനയ മന്ത്രിയുടെ ഈ അഭിനയ മികവിന് എവിടെയാണ് കോട്ടം സംഭവിച്ചത് എന്ന് ഞാൻ വ്യക്തമാക്കാം. ഈ ദൃശ്യങ്ങളടക്കം മഞ്ജുഷ കണ്ടതാണല്ലോ, ബഹുമാനപ്പെട്ട മറ്റ് അതിഥികളും കണ്ടതാണ്. ഇവിടെ ഏതെങ്കിലും തരത്തിൽ KSU പ്രവർത്തകർ മന്ത്രി വീണ ജോർജിനെ ആക്രമിക്കുന്നതായി ഈ ദൃശ്യങ്ങളിൽ എവിടെയെങ്കിലും ഒന്ന് പക്ഷെ അവര് ട്രെയിനിൽ കയറാൻ വന്നതാണ്. ആ സമയത്ത് അവരെ പ്ലാറ്റ്ഫോമിലേക്ക് കയറാൻ അനുവദിക്കാത്ത രീതിയിലാണ് KSUക്കാരുടെ പ്രതിഷേധം വന്നത്. അത് കാണാം ദൃശ്യത്തിൽ. ശരി മഞ്ജുഷേ, പ്രതിഷേധങ്ങൾ കേരളത്തിലുടനീളം ഉണ്ടായിട്ടുണ്ട്. ആ പ്രതിഷേധങ്ങളിലേക്ക് ഞാൻ രണ്ടാമത്തെ ഭാഗം വരാം. ഇപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ എന്താ, ആദ്യത്തെ അധ്യായം എന്താ, ഇവിടെ വീണ ജോർജിനെ മർദ്ദിച്ചിട്ടുണ്ടോ എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രസക്തമായ വിഷയം. കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി കേരളത്തിലുടനീളം ആരോഗ്യ മേഖലയെ അവതാരത്തിലാക്കിയ, ആരോഗ്യ മേഖലയെ വെന്റിലേറ്ററിലാക്കിയ, ആരോഗ്യ മേഖല കേരളം കണ്ട ഏറ്റവും മോശം ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പ്രതിഷേധം അലയടിക്കുകയാണ്.